ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷമൊക്കെ എല്ലാവരും? നേരെ വെളുത്തു, ചായ 2 കുബൂസ്, പിന്നെ കറി സാമ്പാർ, പിന്നെ ഒരു കോഴിമുട്ടയും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷാജി, അപ്പോൾ ഓന് UAE വർക്ക് ചെയ്യണം. അപ്പോൾ ഓന് ഇതേപോലെ ഒരു ഫേസ്ബുക്ക് ഒരു ബ്ലോഗറാണ്. അപ്പോൾ ഓനോട് ഇങ്ങനെ കുറേ പൈസ തുടങ്ങിയിട്ട് എനിക്ക് നിങ്ങൾ 2000 കിട്ടി കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടും, അപ്പോൾ എൻ്റെ ഇപ്പോൾ 8000 ഫോളോവേഴ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ എനിക്ക് വോയിസ് അയച്ച്, എടാ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി, പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാഷ് വന്നുകൊണ്ട് ക്യാഷ് കിട്ടണമെങ്കിൽ 3 മാസം പിടിക്കുന്നു. എന്തോ എനിക്കറിയില്ല. വന്നിട്ട് കുറേ ആൾക്കാരോട് ചോദിച്ചു, ആർക്കറിയില്ല. ലാസ്റ്റ് മെറ്റയിൽ മെസ്സേജ് അയച്ചു. മെറ്റ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾ ഫേസ്ബുക്ക് തുടങ്ങിയ അന്ന കാലത്ത് ഇന്ന് വരെ ഒരുപാട് കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക്കൊക്കെ അങ്ങനെയൊക്കെ വരും അത്രേ. പിന്നെ വേറെ നമ്മുടെ ഈ സിനിമയുടെ പാട്ട് വെച്ചിട്ട് അങ്ങനെ കുറേ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ പാടുണ്ടാവും പറഞ്ഞു. എന്തറിയില്ല, അതിൽ കോപ്പിറൈറ്റിന് അതുകൊണ്ട് ക്യാഷ് കിട്ടാൻ ഒരുപാട് ടൈം പിടിക്കും. 3 മാസം പിടിക്കും, 90 ദിവസം പിടിക്കും. ചിലപ്പോൾ അക്കൗണ്ട് അങ്ങനെ പോവും, ചിലപ്പോൾ റീഓപ്പൺ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാഷ് കിട്ടുന്ന പറയണ്ട, എന്താ അറിയില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഇൻഷുറൻസ് എനിക്ക് ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിരിക്കണം അറിയില്ല. കാരണം സ്റ്റാർട്ടിങ് നമ്മൾ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ ക്യാഷ് കിട്ടും നമുക്ക് അറിയില്ല. എനിക്കറിയില്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇടും, അവിടെ നമുക്ക് ഷെയർ ചെയ്ത് ഇടും. ഇതുവരെ ഞാൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗ്രീൻ ടിക്കൊക്കെ കാണണം. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ല എന്നാണ് കാണിക്കണതിൽ. ഓരോ വീഡിയോ ഇടുമ്പോഴപ്പോൾ ഞാൻ അപ്പോൾ ചെക്ക് ചെയ്യും, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുന്ന നോക്കും. അപ്പോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഓനക്ക് പറയുന്നത്, പക്ഷേ ഓനക്ക് കുറേയൊക്കെ മനസ്സിലായി. പിന്നെ നമുക്കിപ്പോൾ ഈ ഫേസ്ബുക്കിനെ കുറിച്ച് വിവരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെങ്ങാട്ടി വിവരം എന്താ പറയുക, അവരത്ര വിവരം നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് കിട്ടും അത്രയുള്ളൂ. ഓമനോ ഭയങ്കര പ്രശ്നമായിട്ടാണ്. അപ്പോൾ ഇജ്ജ് ശ്രദ്ധിച്ചോ. അപ്പോൾ പഴയ വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താളെ, കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താളെ. അപ്പോൾ ഇനി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ മെല്ലെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശായിട്ട് ഒരു ദിവസം 1-2 ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ സാവകാശം ഡിലീറ്റ് ചെയ്താൽ മതി എന്ന് പറയും. എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ലാസ്റ്റ് ഞാൻ എന്താ അറിയില്ല, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറയാനുള്ള എത്തനുള്ള പഴയ വല്ല വീഡിയോകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാക്സിമം മെല്ലെ ഡിലീറ്റ് ആയി കളഞ്ഞോളും. അതുപോലെ മോണിറ്റൈസേഷൻ ആകാൻ സമയത്ത് ആയിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസുകളുണ്ടാവും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഞാനും ഇന്നലെ മുതൽ അന്ന് പറഞ്ഞന്ന് മുതൽ ഞാൻ ചെക്ക് ചെയ്ത് തുടങ്ങിയാണ്. ചില ഇക്ക് ഞാൻ ആകെ 3000 കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും, മോണിറ്റൈസേഷൻ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ ഒരു വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ഇപ്പോൾ ഒരു ബ്രോ ഉണ്ട്, ഞാനും അവൻ്റെ വീഡിയോ ഫോളോ ചെയ്യണമെന്ന്. പേര് ഞങ്ങൾക്ക് എൻ്റെ ഐഡിയലുണ്ട്, എന്തൊക്കെ പേരാണ്. അപ്പോൾ അവൻ ഇന്നലെ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞത് വെച്ചാൽ, നമുക്കൊരാളിങ്ങനെ മെസ്സേജ് അയക്കും, എന്താണ് ഇന്നെ ഫോളോ ചെയ്യും, ഞാൻ എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ പല ഗ്രൂപ്പുകൾ വരും. എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, എൻ്റെ മെസ്സഞ്ചറിൽ വന്ന് കിടക്കുന്നുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഞാൻ അങ്ങനൊന്നും അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചാൽ മാത്രമേ നമ്മളോട് ചെയ്യുള്ളൂ. അതും സിംഗിൾ ആൾക്കാർ, നമ്മൾ അറിയുന്ന ആൾക്കാർ. ഒരുപാട് ഗ്രൂപ്പുകൾ വരും, നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും, റിക്വസ്റ്റ് അയക്കും. ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് കയറിയിട്ട് ടിക്കും ചെയ്യരുത്, ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ കയറി പോവുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ ഫേസ്ബുക്ക് ബ്ലോക്കോ പിന്നെ ചിലപ്പോൾ കിട്ടും. ഒരുപാട് റിക്വസ്റ്റ് അയച്ചാലും ചിലപ്പോൾ ഫേസ്ബുക്ക് കമ്പനിക്കാർ നോക്കണമെന്നില്ല. ചിലവർ കിട്ടും, ചിലവർ കിട്ടില്ല. അതേപോലെ അതൊന്ന് പിന്നെ ഗ്രൂപ്പുകൾ വരും, ഒരുപാട് ഗ്രൂപ്പുകൾ വരും. അപ്പോൾ അതിനൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട, കൺഫേം ആക്കേണ്ട, പണി കിട്ടും. പിന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ വീഡിയോസൊന്നും. പിന്നെ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് ഓപ്ഷനുണ്ടല്ലോ. അത് ചാലഞ്ചുകൾ 3 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടും. ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കണേ അവർ, മനസ്സിലാവണ്ട. അപ്പോൾ അതൊക്കെ ഫേസ്ബുക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ ഈ റീച്ചും ഫോളോവേഴ്സും കമൻസും ലൈക്കൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫേസ്ബുക്കിൽ നമ്മൾ പല പരിപാടികൾ ചെയ്യും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ, അങ്ങോട്ട് ഫോളോ ചെയ്താൽ ഇങ്ങോട്ട് ഫോളോ ചെയ്യുക, അങ്ങനെ കുറേ ഇങ്ങനെ ഓരോരുത്തർക്ക് 100 ഫോളോവേഴ്സ് കിട്ടി. ചിലവരെ അക്കൗണ്ട് തന്നെ ബ്ലോക്കായി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നാലൊന്നും പോകണ്ട. നമ്മൾ നോർമൽ ഇതിൽ ഈ നോർമലായിട്ടുള്ള ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ആ രീതിയിൽ തന്നെ പോവുക. അതായത് ഒറിജിനൽ കണ്ടൻറ്റ് ഇടുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഓൺ വോയിസ് ആണ്, ഒറിജിനൽ കണ്ടൻറ്റാണ്. അപ്പോൾ
നമ്മളൊക്കെ അങ്ങനത്തെ ഇട്ടാൽ മതി. വലിയ കിളികളെ ഫോട്ടോ, അത് കളിയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ആൾക്കാർക്ക് പെട്ടെന്ന് കാണാനും ഇതുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് റിക്വസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഗ്രൂപ്പുകൾ അല്ല ഒന്ന് കയറിയിട്ട് നമ്മൾ ടിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഇട്ടാൽ മതി. അപ്പോൾ ഇന്നൊരു ന്യൂസ് ആണെങ്കിൽ അത് ഇടുക. പിന്നെ നമ്മുടെ മക്കളെ ഫോട്ടോ, അതേപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യണ എന്തെങ്കിലും അതൊന്നും ഇടുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് നമുക്ക് ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് കംപ്ലീറ്റും ബ്ലോക്കായി പോകും. പിന്നെ കിട്ടണമെങ്കിൽ ചില്ലറ പാടല്ല. പിന്നെ അതിൽ ആ ബ്രോ പറയുകയും ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ അതേപോലെ അങ്ങനെയൊക്കെ ബ്ലോക്കായി പോയിട്ടുണ്ട്. സസ്പെക്റ്റ് ആവും, അതിൻ്റെ ശേഷം പിന്നെ ബ്ലോക്ക് ആവും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതുവരെ നമുക്കിതിനെക്കുറിച്ച് വിവരമില്ല. ഈ വിവരം കൂടിയ ആൾക്കാരാണ് ഇതേപോലെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത്. ഒരുപാട് പേരുണ്ട്. കാരണം റിക്വസ്റ്റ് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ഞാനപ്പോൾ ഒഴിവാക്കും. കാരണം നമ്മുടെ കേരളത്തിലുള്ളതല്ല, അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കണില്ല. അപ്പോൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളികളുണ്ട്. നമ്മളത് വെച്ചിട്ട് അവർ വേറെ മറ്റേതാക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കിത് നിൻ്റെ കൂട്ടുകാരങ്ങനെ വന്ന് വിഷമത്തോട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുവരെ നമ്മൾ എന്താ പറയുക, അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് കലമെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ നോർമൽ രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ എന്തൊക്കെ വീഡിയോ ഇടത്തുള്ളൂ. പാട്ടായാലും കുഴപ്പമില്ല, 2 തെറിയെങ്കിലും കേട്ട് അതൊരു കമൻസാണ്, അത് മതി.